ഗൂഗിൾ ബോയ് അല്ലെങ്കിൽ നെക്സ്റ്റ് APJ അബ്ദുൽ കലാം എന്നറിയപ്പെടുന്ന ഒരു കുട്ടിയാണ് കൗത്തില്യ പണ്ഡിറ്റ്. വളരെ ചെറിയ പ്രായത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്ത മിടുക്കനാണ് ഈ കുട്ടി. ചെറിയ പ്രായത്തിൽ തന്നെ എങ്ങനെയാണ് ഇത്രയും അധികം അറിവ് ആ കുട്ടിക്ക് നേടാൻ സാധിച്ചത്? എന്നാൽ നിങ്ങൾ അറിയേണ്ട കാര്യമാണ്, 2 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾ വളരെ വേഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ കഴിവുള്ളവരാണ് എന്നത്. ഇതേ പ്രായത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്, ABCD തുടങ്ങിയവയൊക്കെ പഠിച്ചത്. ഹ്യൂമൻ ബ്രെയിനിൻ്റെ മെമ്മറി 10 ടെറാബൈറ്റ്സിനും 100 ടെറാബൈറ്റ്സിനും ഇടയിലാണുള്ളത്. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ 100 ടെറാബൈറ്റ്സ് സൈസുള്ള ഒരു മൂവി നിങ്ങൾ കാണുകയാണെങ്കിൽ അത് കണ്ടു തീർക്കാൻ 100 വർഷമെങ്കിലും എടുക്കും. ഇത്രയേറെ മെമ്മറി സൈസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഓർമ്മശക്തി അത്ര മികച്ചതല്ലാത്തത്? പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ മാർക്ക് കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? ആ സാഹചര്യത്തിൽ നിങ്ങളുടെ മനസ്സിലും നല്ല മാർക്ക് വാങ്ങണമെന്ന ചിന്തയുണ്ടാകും. ഏത് പാഠഭാഗവും കൃത്യമായി പഠിച്ചു തീർക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 6 സയന്റിഫിക്കലി പ്രൂവൺ ടെക്നിക്സിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്പർ 1, ദ 80/20 പ്രിൻസിപ്പൽ. പരീക്ഷയ്ക്ക് മുൻപായി നിങ്ങൾ മുൻവർഷ ചോദ്യപേപ്പറുകൾ അനലൈസ് ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ ഇനി മുതൽ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 80% ചോദ്യങ്ങളും സിലബസിന്റെ 20% നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതേ കാര്യത്തിലും ലൈഫിലും ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള 20% പരിശ്രമങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ 80% സക്സസിനും കാരണമാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ പറയുന്ന 80% കാര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിലെ 20% കഴിവിനെ നമ്മൾ തിരിച്ചറിയുകയും അതിനെ മികച്ചതാക്കുകയും ചെയ്യുന്നതിലൂടെ തീർച്ചയായും നമുക്ക് വിജയം ലഭിക്കുന്നു. അതിനൊരു മികച്ച ഉദാഹരണമാണ് ബോളിവുഡ് സ്റ്റാർ ഷാരൂഖ് ഖാൻ. അദ്ദേഹം മുംബൈയിലേക്ക് അഭിനയിക്കാനായി എത്തിയ സമയത്ത് തൻ്റെ ചുറ്റിലുമുള്ള വലിയ സ്റ്റാർസിനെ പറ്റി ചിന്തിച്ച് പിന്മാറിയിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഇന്നത്തെ നിലയിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നില്ല. പകരം അദ്ദേഹം തൻ്റെ അഭിനയിക്കാനുള്ള കഴിവിനെ മികച്ച രീതിയിൽ ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്തു. നമ്പർ 2, കോൺസ്റ്റന്റ്ലി ലേൺ ആൻഡ് ട്രൈ ന്യൂ തിങ്സ്. മുകേഷ് അംബാനി, എലോൺ മസ്ക്, ജെഫ് ബെസോസ് തുടങ്ങിയവർക്ക് ഓരോ ദിവസവും എങ്ങനെയാണ് കോടികൾ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവർ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ തങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. അതിലൂടെ അവർ അവരുടെ 2 തലമുറയ്ക്ക് നിഷ്പ്രയാസം ജീവിക്കാനുള്ള ആസ്തി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ പറഞ്ഞവരെല്ലാവരും ഇപ്പോഴും മാർക്കറ്റിൽ സ്ട്രോങ് ആയി നിൽക്കുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പഠിക്കാനുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ വീഡിയോസ് കാണുക, നോട്ട്സ് വായിക്കുക തുടങ്ങിയവയാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയ ലേണിംഗ് ടെക്നിക്സിനെ പറ്റിയും സിലബസിലെ തന്നെ പാഠഭാഗങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ സാധിക്കുകയും ചെയ്യും. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ പുതിയ ന്യൂട്രൽ ലിങ്ക്സ് ആക്ടിവേറ്റ് ആകുന്നു. അതിലൂടെ നമ്മുടെ മെമ്മറി എൻഹാൻസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ ബ്രെയിൻ കൂടുതൽ എഫിഷ്യൻ്റ് ആകുന്നു. നമ്പർ 3, ദ പൊമോഡ്രോ എഫക്റ്റ്. പഠനം വളരെയധികം എഫക്റ്റീവ് ആക്കാൻ സഹായിക്കുന്ന രീതിയാണിത്. സോഷ്യൽ മീഡിയയുടെ ഈ ലോകത്ത് ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പഠിക്കാനിരിക്കുമ്പോൾ ഫോണിൽ എന്തെങ്കിലും മെസ്സേജ് വരികയാണെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ നിങ്ങളുടെ വിലപ്പെട്ട കുറേ സമയം പാഴായി പോകുന്നു. നിങ്ങൾ പിന്നെ ഇതിനോർത്ത് നിരാശപ്പെടുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു രീതിയാണ് ദ പൊമോഡ്രോ എഫക്റ്റ്. ഇതിൽ ഇന്റർനെറ്റ് ഓഫാക്കി വെച്ചതിന് ശേഷം 25 മിനിറ്റ്സ് ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. 25 മിനിറ്റിന് ശേഷം നിങ്ങൾ 5 നിമിഷത്തേക്ക് ഒരു ഇടവേള എടുക്കുക. 5 നിമിഷങ്ങൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും ഇതേ ടെക്നിക്ക് ആവർത്തിക്കുക. ഇതുപോലെ നിങ്ങൾ 4 തവണ ചെയ്യുക. അതിനുശേഷം 20 നിമിഷത്തെ ഒരു ഇടവേള എടുക്കുക. ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാസ്കുകൾ കൃത്യമായ സമയത്ത് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. നമ്പർ 4, പ്ലേ ബ്രെയിൻ ചാലഞ്ചിങ് ഗെയിംസ് ഡെയിലി. എല്ലാവർക്കും വീഡിയോ ഗെയിംസ് കളിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. കാരണം അതിലൂടെ നമ്മുടെ ബ്രെയിനിൻ്റെ ഹാപ്പി ഹോർമോൺ സിസ്റ്റം ആക്റ്റീവ് ആകും. എന്നാൽ നിങ്ങൾ അഡിക്റ്റീവ് ആയിട്ടുള്ള PUBG, ഫ്രീ ഫയർ പോലുള്ള വീഡിയോ ഗെയിംസ് കളിക്കാതിരിക്കുക. പകരം ചെസ്, സുഡോക്കു പോലുള്ള ഗെയിംസ് കളിക്കുക. ഇറാൻ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിലെ ഒരു ഗവേഷണ വിദ്യാർത്ഥി കണ്ടുപിടിച്ച കാര്യമാണ് ചെസ് പ്ലെയറിൻ്റെ മെമ്മറി നോൺ ചെസ് പ്ലെയറിൻ്റെ മെമ്മറിയേക്കാൾ വളരെയധികം കൂടുതലാണ് എന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ബ്രെയിൻ ചാലഞ്ചിങ് ഗെയിംസ് കളിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോക്കസ്, മെമ്മറി തുടങ്ങിയവ വർദ്ധിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ എഫിഷ്യൻ്റായും കൂടുതൽ വേഗത്തിലും കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കൂടുതൽ കാലത്തേക്ക് ഇത് നിങ്ങളുടെ ഓർമ്മയിൽ പഠിച്ച കാര്യങ്ങളെ നിലനിർത്താനും ഇത് സഹായിക്കും. നമ്പർ 5, ഫോട്ടോഗ്രാഫിക് മെമ്മറി. ചെറിയ പ്രായത്തിൽ നമ്മൾ A4 ആപ്പിൾ പഠിക്കുന്ന സമയത്ത് എ എന്ന അക്ഷരത്തോടൊപ്പം ഒരു ആപ്പിളിൻ്റെ ചിത്രവും ചെറിയ എയും ആപ്പിളിൻ്റെ സ്പെല്ലിങ്ങും പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. വാസ്തവത്തിൽ കുട്ടികളിൽ ഫോട്ടോഗ്രാഫിക് മെമ്മറി വികസിപ്പിച്ചെടുക്കാനായിട്ടാണ് ഇങ്ങനെ പുസ്തകങ്ങൾ ഡിസൈൻ ചെയ്തിരുന്നത്.
കാരണം ഏതെങ്കിലും കാര്യങ്ങൾ ചിത്രത്തോടൊപ്പമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അത് കൂടുതൽ കാലം ഓർത്തിരിക്കുമെന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ചിത്രങ്ങളുമായി ബന്ധിപ്പിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എങ്കിൽ യൂട്യൂബ് വീഡിയോസ് വഴി അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷനിലൂടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. എക്സ്പ്ലെയിനിങ് ഡയഗ്രംസ്, ചാർട്ട്സ് തുടങ്ങിയവയ്ക്ക് നിങ്ങളുടെ വിഷ്വൽ മെമ്മറി എൻഹാൻസ് ചെയ്യുന്നതാണ്. ഇവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്ക് കാര്യങ്ങൾ കൂടുതൽ കാലം ഓർത്തുവെക്കാൻ സാധിക്കും. പാഠഭാഗങ്ങൾ ചിത്രങ്ങളുമായി ബന്ധിപ്പിച്ച് പഠിക്കാനായി നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായവും തേടാവുന്നതാണ്. നമ്പർ 6, ഗുഡ് സ്ലീപ്പ്. നല്ല ഓർമ്മശക്തിക്ക് വേണ്ടി എത്രത്തോളം പ്രധാനമാണോ ചിത്രങ്ങൾ, അത്രത്തോളം പ്രധാനമാണ് നല്ല ഉറക്കം. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കും, നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ ഉന്മേഷവും ഊർജ്ജവും ഉണ്ടാകാറില്ല. ഓഫീസിലെ ജോലി ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടായിരിക്കും. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നല്ല ഉറക്കം നമ്മുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ച് വളരെയധികം അത്യാവശ്യമാണ്. എന്നാൽ നല്ലൊരു സ്ലീപ്പ് പാറ്റേൺ ഫോളോ ചെയ്യുന്നതിലൂടെ ട്രെയിൻ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാം. ഇതേ കാര്യം ഒരുപാട് തവണ ചെയ്യുന്നതിലൂടെ ബ്രെയിനും തളർന്നു പോകുന്നുണ്ട്. നല്ല രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്യാനായി ബ്രെയിനിന് 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ്. ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിന്റെ ഗവേഷണ പഠനം പറയുന്നതാണ് നല്ലൊരു സ്ലീപ്പ് പാറ്റേൺ ഫോളോ ചെയ്യുന്ന വ്യക്തിയുടെ ബ്രെയിൻ എഫിഷ്യൻസി മികച്ചതായിരിക്കുമെന്ന്. ഗുഡ് സ്ലീപ്പ് സൈക്കിൾ നിങ്ങളുടെ ലേണിംഗ്, റീകോൾ കപ്പാസിറ്റി തുടങ്ങിയവ വർദ്ധിപ്പിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് എഫിഷ്യൻസി നല്ല രീതിയിൽ വർദ്ധിക്കുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു.